നല്ല പടം. വൺ ടൈം മൂവി. എങ്ങനെയുണ്ടായിരുന്നു? ചേട്ടാ പടം എങ്ങനെയുണ്ടായിരുന്നു? പടം എങ്ങനെയുണ്ടായിരുന്നു? പടം എങ്ങനെയുണ്ടായിരുന്നു? ബാസി പൊളിച്ച എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി അടിപൊളി അടിയുടെ പൊങ്കാല. ടോട്ടലി നമുക്ക് അനുഭവമാണ്. ചേച്ചി പടം ബാസി എങ്ങനെയുണ്ട്? കുറേ കാലത്തിന് ശേഷം സ്റ്റോറിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത ഒരു മൂവി കാണാൻ പറ്റി. പിന്നെ BGM സോങ്സും ഒക്കെ നന്നായിട്ടുണ്ട്. പിന്നെ കുറേ പുതുമുഖങ്ങളാണ്, പക്ഷേ അത് പുതുമുഖം തോന്നുന്നില്ല. നന്നായിട്ട് എല്ലാവരും ചെയ്യുന്നുണ്ട്. ഫൈറ്റ് നല്ല ഫൈറ്റ്. ശ്രീനാഥ് ബാസിനോട് ഇങ്ങനത്തെ റോള് ഭയങ്കര ഈസി ആയിട്ട് ഫുൾ ഓഫ് ചെയ്യാൻ പറ്റിയ പോലെ തോന്നി. പുള്ളി ഇങ്ങനത്തെ ഒരു റോള് ഫുൾ ലെങ്ത് ചെയ്തിട്ടില്ലല്ലോ, നന്നായി ചെയ്തിട്ടുണ്ട്. ആക്ടിങ് നല്ല ആക്ഷനും ഉണ്ട്, നല്ല ആക്ട് ചെയ്യാൻ നല്ല സ്കോപ്പുള്ള കഥയുണ്ട്, നന്നായി ചെയ്തിട്ടുണ്ട്. പടം കൊള്ളാറുന്നു. നല്ല ഫൈറ്റായിരുന്നു. ശ്രീനാഥ് ബാസി അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അടിപൊളിയാണ്. ഫൈറ്റൊക്കെ സൂപ്പർ അടിപൊളിയാണ്. എല്ലാവരും പോയി കാണണം. പടത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം. എന്തായാലും ഇപ്പം കണ്ടത്. സോ എൻ്റെ അഭിപ്രായമാണ് ബാസികളുടെ എല്ലാ മാസ് ഡയലോഗ്സും തന്നെ അവിടുന്ന് ഇവിടുന്ന് കൂക്കും കയ്യടിയും എല്ലാം കേട്ടു. ആൻഡ് ഇപ്പം നമ്മളെ വീഡിയോ എടുക്കുന്ന ചേട്ടൻ ചേട്ടാ പടം കണ്ടായിരുന്നു. എന്താണ് അഭിപ്രായം? കൊള്ളാം, നല്ല പടമാണ്. കൊള്ളാം, നല്ല ആക്ഷൻ. ചേട്ടാ എല്ലാ ആക്ഷനും ഇതിനകത്ത് വ്യത്യസ്തമാണ്. ഓൾമോസ്റ്റ് 11 ഫൈറ്റ്സ് ഉണ്ട്. എല്ലാ ഫൈറ്റും ഡിഫറെൻ്റാണ്. അപ്പോൾ അവിടെ നിന്നൊരു ചോദ്യം വരും, എന്തുകൊണ്ടാണ് ഡിഫറെൻ്റ്? ബിക്കോസ് എല്ലാ ഫൈറ്റും ചെയ്തേക്കുന്നത് ഒരു 4 ഫൈറ്റ് മാസ്റ്റേഴ്സാണ്. പിന്നെ ഇതിൻ്റെ സോങ് കമ്പോസ് ചെയ്തേക്കുന്നത് കങ്കോ എല്ലാം ഡാൻസ് കൊറിയോഗ്രാഫർ മുജി ലക്ഷ്മി മാമാണ് ചെയ്തേക്കുന്നത്. ആൻഡ് ഫൈറ്റ് രാജശേഖരൻ മാസ്റ്ററുണ്ട്. പിന്നെ അയ്യപ്പൻ കോശിയിലെ മാസ്റ്ററുണ്ട്. ആൻഡ് മാഫി ശശി സാറുണ്ട്. പിന്നെ ധ്രുവ് സാറുണ്ട്. പിന്നെ പ്രഭു മാസ്റ്ററുണ്ട്. അപ്പോൾ ആൻഡ് പിന്നെ സോങ് ചെയ്തേക്കുന്നത് നമ്മുടെ രഞ്ജിത് സാറാണ്. ഫുൾ സോങ്ങും സൗണ്ട് ട്രാക്ക് BGM എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ബിക്കോസ് ഞാൻ ആരും പറഞ്ഞത് ചില ചോദിച്ചുകൊണ്ടാണ് ഇത് പറയാം. ക്രിസ്മസ് എങ്ങനെയാണ്? ക്രിസ്മസ് അല്ലെങ്കിൽ നമുക്ക് തൂക്കുമോ? പൊങ്കാലല്ല, ബാസി തൂക്കിയെന്നാണ് ബാസി ഫുള്ള് തൂത്ത് വാരിയെന്നാണ് ഞാൻ പറയുന്നത്. ബിക്കോസ് അതിനുള്ളൊരു പരിപാടിയുണ്ട്. ബിക്കോസ് അതിൽ അഭിനയിച്ചുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അല്ലല്ലോ, അതുകൊണ്ട് മാത്രമല്ല കേട്ടോ. ബിക്കോസ് 50-58 ദിവസം കഠിന അധ്വാനം ചെയ്തുകൊണ്ടാണ്. ബിക്കോസ് അത്രയും പാടുപെട്ട് എടുത്തൊരു ഫിലിമാണ്. ഡിലേറ്റനാണ് കൊണ്ടൊരു കഥ എഴുതിയെടുക്കാമെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ഈസി തന്നെ. ബിക്കോസ് ഇതും പുള്ളിക്കാരൻ്റെ കരിയറിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു ഫിലിമാണ്. അപ്പം നമുക്ക് ഇത് ജോജു സാറിൻ്റെ പണിയുമായിട്ട് തന്നെ നമുക്ക് കമ്പയർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഫിലിം തന്നെയെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ എത്ര ഹാർഡ് വർക്ക് കിട്ടുന്നുണ്ട്. സിനിമ കണ്ട് നമുക്ക് മനസ്സിലാൻ പറ്റും. പറഞ്ഞില്ല 58 ദിവസം പ്ലസ് 11 ഫൈറ്റ്സ്. നോക്കിയിട്ട് ബാസി ബ്രോ മാക്സിമം എഫോർട്ട് ചെയ്യും. അപ്പം ഞാൻ ഇവിടെ നിൽക്കുന്ന എല്ലാവരുടെ അടുത്തും ബാസി ബ്രോ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിൽ ഓർമ്മ വരുന്നത് ഒന്നുകിൽ ഹണീബി, അല്ലെങ്കിൽ സുമേഷൻ രമേശ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഫിലിംസാണ്. പക്ഷേ ഇതെന്ന് ചോദിച്ചാൽ കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ്. അത് രാവിലെ ആണെങ്കിൽ ഇത് രാത്രി എടുത്ത പോലത്തെ ഒരു പരിപാടി. ബാസി ബ്രോ ഇന്നേ വരെ ഇങ്ങനത്തെ ഒരു സാധനം ഇറക്കിയിട്ടില്ല. ഇത് ഞാൻ എവിടെ വന്ന് പറയാൻ കുറച്ച് വൈഡ് വെച്ചു പൊങ്കാല പറഞ്ഞോ. ഇഷ്ടപ്പെട്ടോ?
കൊള്ളാം, നല്ല ആക്ഷൻ. നമുക്ക് നോക്കോ പൊങ്കാല നോക്കോ. അതിന്റെ ഇഷ്ടമായി കാണുന്നതനുസരിച്ചിരിക്കും. എല്ലാം ദൈവത്തിന്റെ ഒരുപാട് സന്തോഷത്തിന്റെ ഭാഗമാകാൻ സാധിച്ചിട്ടുണ്ട്. ഗംഭീര നല്ല പടം അല്ലേ? അത് നാടൻ നല്ല ആയതുകൊണ്ട് ആർക്കും പറയാം. എങ്ങനെയുണ്ട് പടം? ആക്ഷൻ ഞാൻ പറ്റിയ സിനിമ വെച്ചെനിക്ക് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊതുവെ എല്ലാ സിനിമകൾക്കും ആളുകൾ പറയുമായിരുന്നു. കാരണം നമുക്ക് കഥ കേട്ട് സസ്പെൻസും കാര്യങ്ങളെല്ലാം അറിയാം. അപ്പം അതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് ഒരു ഇതിൻ്റെ വെച്ചിട്ടാണ് ഞാൻ എപ്പോഴും വിലയിരുത്തുന്നത്. ചില കാര്യങ്ങളൊക്കെ നമുക്കറിയാം. താങ്ക് യു ഫോർ സപ്പോർട്ടിങ് us. താങ്ക് യു. വേറെ എന്തെങ്കിലും പേര് പറയാൻ ബാസിക്കൊരു പൊങ്കാലയാണല്ലേ? ഡയറക്ഷനും സ്ക്രിപ്റ്റും എല്ലാം എങ്ങനെയാണ്? ഇപ്പോൾ വിളിക്കാം കേട്ടോ. സന്തോഷം. നമ്മൾ മനസ്സിൽ കാണുന്ന സ്ക്രീനിൽ ജനങ്ങളോടൊപ്പം കാണുന്നുണ്ടാകുന്ന നടന്നൊരു സംഭവം സിനിമ എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ തിയേറ്ററിൽ കണ്ടറിയുമ്പോൾ പറയാനാണ് സന്തോഷമാണ്. എല്ലാവരും വന്ന് സിനിമ കാണണം. ബാസിയുടെ ലൈഫിൽ ചിലപ്പോൾ അധികം ഫൈറ്റ് സിനിമ ചെയ്യാൻ സാധ്യതയില്ല. വലിയ ടാസ്ക് നമ്മൾ ഏൽപ്പിച്ചു. അത് വളരെ ഭംഗിയായിട്ട് ചെയ്തു. വളരെ സന്തോഷം. അത് ഞാൻ പലപ്പോഴും പല ഇതിലും പറഞ്ഞിട്ടുണ്ട്. ഞാൻ എഴുതുമ്പോൾ മുതൽ എൻ്റെ മനസ്സിൽ ഭാഷയുണ്ട്. പല ആളുകളോട് ചോദിച്ചു, പ്രൊഡ്യൂസേഴ്സിൻ്റെ കേസ് ചോദിച്ചു. പ്രൊഡ്യൂസർമാരൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ എനിക്ക് ഉറപ്പായിരുന്നു ഭാഷ അങ്ങനത്തെ ഒരു ട്രസ്റ്റായിരുന്നു അതിലുള്ള. അത് ചെയ്യാൻ തന്നെയാണ് എന്നിട്ട് നമ്മൾ താങ്ക് യു. ഇത് കണ്ടോ? പടം കണ്ടോ? ഓ താങ്ക് യു. ശ്രീനാഥ് ബാസി നാടൻ തലമുറ ഒരു പൊങ്കാല ഇട്ടു. അത്രേ പറയാനുള്ള നല്ല പടമാണ്. പൊങ്കാല ക്രിസ്മസ് തൂക്കുമോ? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പടമാണ്. അതും നല്ല ഫൈറ്റാണ്. അതായത് നാടനല്ല, അത് കാണുന്നുണ്ട്. ആക്ഷൻ സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് ഓഡിയൻസിൻ്റെ കൂടെ കണ്ടപ്പോൾ എല്ലാവരും നല്ല റെസ്പോൺസാണ്. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ കാരണം എന്താ പറയുക, എൻ്റെ സീൻസൊക്കെ എന്താ പറയുക, എനിക്ക് ശരിക്കും അതൊന്നും പറയാൻ പറ്റുന്നില്ല. എങ്ങനെയുണ്ട് ശ്രീനാഥ് ബാസിയുടെ ഫൈറ്റ് കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ സ്ക്രീനിൽ ഫൈറ്റ്സ് ഒക്കെ അടിപൊളി വന്നിട്ടുണ്ട്. ഫൈറ്റ്സ് ആണെങ്കിലും ഇമോഷൻ സീൻസ് ആണെങ്കിലും എല്ലാം അടിപൊളി വന്നിട്ടുണ്ട്. നിങ്ങളത് കണ്ടോ? കണ്ടിട്ടില്ല, കാണും. എന്തായാലും പോയി കാണും.